150 പരം വോൾക്കാനോസും ഗീസേഴ്സും കരടികളുമുള്ള ലാൻഡ് ഓഫ് ഫയർ ആൻഡ് ഐസ് എന്നറിയപ്പെടുന്ന റഷ്യയിലെ ഫാറിസ്റ്റ് പ്ലേസ് ആയ കംചട്കിലേക്ക് സ്വാഗതം. Irina, yes. Welcome to Kamchatka. Thank you so much. 8 hours journey ആയിരുന്നു. മോസ്കോന്ന് 8 hour കണ്ടിന്യൂസ് ഫ്ലൈറ്റ്, ബട്ട് റഷ്യ തന്നെയാണ് ലാൻഡ് ചെയ്തത്. കംചട്കിലെ സെക്യൂരിറ്റി ചെക്കിങ് കംപ്ലീറ്റ് ആയിട്ട് മിലിറ്ററിയുടെ കയ്യിലാണ്. സോ നമ്മളെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എല്ലാം മിലിറ്ററിക്കാരാണ് ചെയ്യുക. ഷാർട്ട്സ് ഹിയർ. ഓക്കെ, അതിൽ റൈറ്റ് ചെയ്തിരിക്കുന്നത് റഷ്യ സ്റ്റാർട്ട്സ് ഹിയർ എന്നാണ്. ഇതാണ് റഷ്യയുടെ സ്റ്റാർട്ടിങ്. അങ്ങ് ദൂരെ കാണുന്ന എല്ലാ പർവ്വതങ്ങളും വോൾക്കാനോസ് ആണ്. Welcome to Kamchatka. ഏകദേശം 1 മണിക്കൂർ എടുത്തു എയർപോർട്ടിൽ നിന്ന് ഹോട്ടലെത്താൻ. കംചട്കിൽ വളരെ കുറച്ച് ഹോട്ടൽസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് പോകുന്നവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അടുത്ത ദിവസം ഞാൻ ഗീസർ വാലി കാണാൻ പോവുകയാണ്. ഗീസർ വാലി കാണണമെങ്കിൽ ഹെലികോപ്റ്റർ വഴി മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. കാരണം റോഡൊന്നും അങ്ങോട്ടില്ല. 7 മണിയാകുമ്പോഴേക്കും ഞാൻ എയറോഡ്രോം എത്തി. ഒരു ഹെലികോപ്റ്ററിൽ ഏകദേശം 20 പേർക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ട് 20 പേരുള്ള ഒരു ഗ്രൂപ്പിലാണ് ഞാൻ പോകുന്നത്. ഇവിടുത്തെ മെയിൻ പ്രശ്നം ഭാഷയാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കൂടെ വന്നവരുടെ കൂടെ ഞാനങ്ങ് കയറി ചെന്നു. ടിക്കറ്റ് മേടിച്ചതിന് ശേഷം നമുക്ക് നേരെ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് നേരെ ബോർഡിംഗ്. കംചട്കിലെ പല സ്ഥലങ്ങളിലേക്കും റോഡില്ല. അവിടേക്കൊക്കെ എത്താൻ ഹെലികോപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് കാണാൻ സാധിക്കും. ഈ കാണുന്നതെല്ലാം മിൽ Mi-8 ഹെലികോപ്റ്റേഴ്സാണ്. റഷ്യൻ മെയ്ഡ് ഹെലികോപ്റ്റേഴ്സാണ് ഇതെല്ലാം. ബസ്സിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഭയങ്കര ഓട്ടത്തിലാണ്. വിൻഡോ സീറ്റ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. My name is Irina. Today I will be your guide. Our flight time is 1 hour 10 minutes and we fly around to active volcano. പുള്ളിക്കാരിയുടെ പേര് ഇറീന എന്നാണ്. ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് എടുക്കും അടുത്ത സ്ഥലത്തെത്താൻ. പോകുന്ന വഴിക്ക് ഒരുപാട് ആക്റ്റീവ് വോൾക്കാനോസ് കാണാൻ സാധിക്കും. ഈ കാണുന്നതെല്ലാം ആക്റ്റീവ് വോൾക്കാനോസ് ആണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഉസോൺ വോൾക്കാനിക് കൽദേരിയയിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുമ്പോൾ ഒരുപാട് റൂൾസ് ഫോളോ ചെയ്യണം. അത് ഇരീന ലാൻഡ് ചെയ്തതിന് ശേഷം പറഞ്ഞു തരുന്നുണ്ട് എല്ലാവർക്കും. മരത്തിൻ്റെ പാലമിട്ടലിൽ കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അതുപോലെ ചില ചെടികളൊന്നും തൊടാൻ പാടില്ല, ഭയങ്കര വിഷമുള്ളതാണ്. ഈ മണ്ണിനിടയിൽ ഇപ്പോഴും 700 to 1300 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള മാഗ്മയാണുള്ളത്. അതിൻ്റെ ചൂട് കാരണമാണ് ഈ വെള്ളമൊക്കെ തിളച്ച് മറിയുന്നത്. കൂടുതലായും ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് സൾഫർ കണ്ടൻ്റാണ്. ഈ കൽത്തീരിൻ്റെ ചില ഭാഗങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും. ആ സ്ഥലങ്ങളിലെ വെള്ളം സ്റ്റീമായിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ സൾഫർ ആസിഡ് ആക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. This mud pot has white color because it contains zinc and aluminium. ഇതാണ് മഡ് പോട്ട്. ഈ മഡ് പോട്ടിൽ സിങ്കും അലുമിനിയം കണ്ടന്റ് കൂടുതലാണ്. ഞങ്ങൾ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്ന് കാണും. ഇനി ഇവിടുന്ന് നേരെ വാലി ഓഫ് ഗീസറിലേക്ക് പോവുകയാണ്. 1941 ഈ സ്ഥലം കണ്ടുപിടിച്ചത്. അതുവരെയും ഇത് ഹിഡൻ ആയിരുന്നു. ലോകത്തെ 2ാമത്തെ ഏറ്റവും വലിയ ഗീസർ വാലിയാണിത്. 40ഓളം ഗീസേഴ്സും 100 കണക്കിന് ഹോട്ട് സ്പ്രിങ്ങും ഉള്ള ഒരു സ്ഥലമാണ് ഇത്. എന്താണ് ഗീസർ എന്ന് വെച്ചാൽ, മാഗ്മ കാരണം മേലെയുള്ള വെള്ളം ചൂടായി സ്റ്റീമായി പുറത്തോട്ട് വരും. അതിനെയാണ് ഗീസർ എന്ന് വിളിക്കുന്നത്.
ഇതാണ് ബിഗ്ഗസ്റ്റ് മഡ് പോട്ട് ഇൻ കീസറഫലിയിൽ. Все равно дождей мало, и, соответственно... അത് പുതുതായിട്ടുണ്ടായതാണ്, ന്യൂ ബോൺ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കളർ ഉണ്ടല്ലോ, ഇത് റെഡ് കളറിൽ അയൺ കളറുള്ളതുകൊണ്ടാണ് ഇത് റെഡ് കളറിൽ കാണുന്നത്. മഡ് Вода не выходит из-под земли. Это вода поверхностная, это дожди, это талая вода. ഓരോ മഡ് പോട്ടുകളിലും ഓരോരോ കളറാണ്. ചുവപ്പാണെങ്കിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്, ഗ്രേ കളറാണെങ്കിൽ സിങ്കും മെഗ്നീഷ്യം അല്ലെങ്കിൽ അലുമിനിയം ഉണ്ടാവും. ഈ താഴ്വര പറയുന്നത് മരണത്തിൻ്റെ താഴ്വര എന്നാണ്. കാരണം ഇവിടെ ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ ചിലപ്പോൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. ദൂരെ നമുക്കൊരു ഗീസർ കാണാൻ സാധിക്കും. അത് വെള്ളം ചൂടായിട്ട് പുറത്തു വരുന്നതാണ്. എന്താണ് ഗീസർ എന്നും അതിൽ എത്ര സ്റ്റേജ് ഉണ്ട് എന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എത്തിയത് ഒരു കറക്റ്റ് സമയമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ഗീസർ ഇപ്പോൾ കറക്റ്റ് ആക്റ്റീവിലാണ്. അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റീമായിട്ട് അല്ലെങ്കിൽ വെള്ളം പുറത്തോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര അടിപൊളിയായിരുന്നു ഈ എക്സ്പീരിയൻസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആക്ടിവിറ്റി നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നത്. ഇതുപോലെ ഒരുപാട് ഗീസർ ഈ വാലിയിലുണ്ട്. പലതും നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കും. ഇനി ഇവിടുന്ന് പറന്ന് ലഞ്ച് കഴിക്കാനുള്ള പ്ലേസ് നിർത്തും. ഒരു കാടിൻ്റെ നടുവിലാണ് ഇനി സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. റഷ്യയിൽ എന്ത് കഴിച്ചു എന്ന് പലരും ചോദിച്ചു. ഇതാണ് കഴിച്ചത്, ചോറും നല്ല ഫിഷ് ഫ്രൈയും. ഇവിടെ ഒരുപാട് ഹെലികോപ്റ്ററുകൾ പല ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എൻ്റെ കിഴക്കേക്കളം എന്ന പേര് വായിക്കാൻ കിട്ടാതെ ഇരീന കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഈ ആക്ടിവിറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടും. എനിക്കും കിട്ടി സർട്ടിഫിക്കറ്റ്.